ബാബറി മസ്ജിദ് പൊളിച്ച ദിവസമാണ് വാത്സല്യത്തിലെ ആ പാട്ട് എഴുതിയത്. മനസ്സിലേക്ക് അറിയാതെ വന്നതാണ് വരികൾ. രാമായണം കേൾക്കാതായി, പൊന്മൈനകൾ മിണ്ടാതെയായി. കഴിഞ്ഞ ദിവസം ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണിത്. മമ്മൂട്ടിയെ നായകനാക്കി 90കളിലെ ഒരു ഇടത്തരം മലയാളി കുടുംബത്തിൻ്റെ കഥ പറഞ്ഞ വാത്സല്യം സിനിമയിലെ പാട്ടാണിത്. 1992 ഡിസംബർ 6-നാണ് ഈ പാട്ട് എഴുതപ്പെട്ടത്. അന്ന് പാട്ടെഴുതാനുണ്ടായ ആ സന്ദർഭത്തെക്കുറിച്ച് കൈതപ്രം നടത്തിയ ഈ വെളിപ്പെടുത്തലോടെ അലയും കാറ്റിൻ ഹൃദയം എന്ന ഗാനം കൈവരിച്ചത് വലിയ രാഷ്ട്രീയ സാമൂഹിക ചരിത്ര മാനങ്ങളാണ്. അലയും കാറ്റിൻ ഹൃദയം അരയാ കൊമ്പിൽ തേങ്ങി പുടവത്തുമ്പിൽ പാടം കണ്ണീരുപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി പ്രഗത്ഭനായ ഒരു കവി ചരിത്രത്തെ അടയാളപ്പെടുത്തിയ വരികൾ എന്ന നിലയ്ക്ക് കൂടി വായിക്കപ്പെടും ഇനി ആ ഗാനം. ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ചരമഗീതമെഴുതിയ കർഷകരുടെ ആ കൊടും ക്രൂരത രാമന് തന്നെയും സഹിക്കാനാവാത്തതാണെന്നാണ് 32 വർഷങ്ങൾക്കിപ്പുറം കവി തുറന്നു പറഞ്ഞത്. ആ ദുഃഖം ആഴത്തിൽ പ്രതിഫലിക്കുന്ന വരികളും ആ കവിയും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു. വരികളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ആ ആന്തരലോകം കൈതപ്രത്തിൻ്റെ രചനകളിൽ വേറെയുമുണ്ട്. മലയാളത്തിൻ്റെ ചലച്ചിത്ര ഗാനരചന ശാഖയിൽ വരികൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കൈതപ്രത്തിന് വലിയ ആരാധക നിരയെയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാവനയും സംഗീതവും സമം ചേർത്തുണ്ടാക്കിയ അസംഖ്യ ഗാനങ്ങളിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തെ മനോഹരമാക്കാനും കൈതപ്രത്തിന് സാധിച്ചു. വരികൾ അദ്ദേഹത്തിന് വാക്കുകളായിരുന്നില്ല, അകമേ സംഗീതത്തെ വഹിക്കുന്ന ശരീരങ്ങളായിരുന്നു. ലളിതവും ഹൃദയഹാരിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വരികൾ. ഗാനരചനയിലെ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസിനും ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. 5000-ലധികം വരികളുള്ള ചിലപ്പതികാരം എന്ന സംഘകൃതിയെ കരിനീല കണ്ണഴകി കണ്ണകി എന്ന 4.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു പാട്ടിൽ ലളിതമായ വരികൾ കൊണ്ട് കുറിച്ചിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശാസ്ത്രീയവും നാട്ടുപഴക്കവും ഒരേപോലെ സമ്മേളിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വരികൾ. കൃത്രിമം ഒട്ടും തോന്നാതെ എഴുതിയ ഓരോ വാക്കും സംഗീതവുമായി സംവദിക്കുന്നു. പ്രണയം, ഭക്തി, സ്നേഹം, ദുഃഖം തുടങ്ങി മനുഷ്യരുടെ എല്ലാ വൈകാരികതകൾക്കും അവിടെ സ്ഥാനമുണ്ട്. അവിടെ വരികൾ കാവ്യാനുഭവം മാത്രമല്ല, ഓർമ്മകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള സന്ദർശനങ്ങൾ കൂടിയാണ്. പലപ്പോഴും കൈതപ്രത്തിൻ്റെ വരികൾ അതാത് കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്നു. സംഗീത സംവിധായകരായ ജോൺസൺ മാസ്റ്റർ, ദീപൻ ചന്ദ്രൻ, വിദ്യാസാഗർ, ഇളയരാജ തുടങ്ങിയ അനേകം സംഗീത സംവിധായകരോടൊപ്പം കൈതപ്രം നടത്തിയ യാത്ര മലയാളം സിനിമാ ഗാനങ്ങളുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്.